രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാഷ്ട്രീയ കരിയർ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഒന്നൊന്നായി പാളുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ കുടുക്കി ജയിലിൽ അടച്ചെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ അന്വേഷണ സംഘത്തിന് അത് വലിയ തിരിച്ചടിയാകുമോ എന്ന ഭയം പോലീസിനെ പിടികൂടിയിരിക്കുകയാണ്. രാഹുൽ തെറ്റ് ചെയ്തുവെന്ന് തെളിയിക്കത്തക്ക ഒരു ശാസ്ത്രീയ തെളിവും ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും കാര്യമായ ഒന്നും കണ്ടെത്താൻ പോലീസിനായില്ല. അതിലുപരി പരാതി നൽകിയ യുവതി കാനഡയിലാണെന്നതും അറസ്റ്റ് കഴിഞ്ഞിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതും പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. കാനഡയിൽ ഇരുന്നു കൊണ്ട് അയച്ച ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ ധൃതി പിടിച്ച അറസ്റ്റ് നടന്നത്. നിയമപരമായി ഇര നേരിട്ടെത്തി മൊഴി നൽകി പരാതിയിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. പരാതിക്കാരി വരാത്ത സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്താൻ അനുമതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മറ്റു 2 കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല സംരക്ഷണം നിലവിലിരിക്കെയാണ് മൂന്നാമതൊരു പരാതി ഉണ്ടായ ഉടനെ പാതിരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരി നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നടന്ന ഈ അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് രാഹുലിന്റെ അഭിഭാഷകരുടെ വാദം. അതിനിടെ ഈ കേസിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. KSU സംസ്ഥാന ഭാരവാഹിയും രാഹുലിന്റെ സുഹൃത്തുമായ ഫെനി നൈനാൻ പങ്കുവച്ച വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇതിൽ പ്രധാനം. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് വേണ്ടി 2025 ഒക്ടോബറിൽ ഇതേ യുവതി അയച്ച മെസ്സേജുകൾ രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതാണ്. രാഹുലിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് കാണണം, രാത്രി ആയാലും കുഴപ്പമില്ല, 3-4 മണിക്കൂർ സ്വകാര്യത വേണം എന്നൊക്കെയാണ് പരാതിക്കാരിയായ യുവതി ഫെനി നൈനാന് അയച്ച മെസ്സേജുകൾ. യുവതി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ തെളിവുകൾ ഫെനി തന്നെയാണ് സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത്. തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ ഒരു യുവതി ഇത്രയും നിർബന്ധം പിടിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല, KSU നടത്തിയ ഒരു പരിപാടിക്ക് ഈ യുവതി 5000 രൂപ സംഭാവന നൽകിയതായും ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം 2025 നവംബർ വരെ നടന്നിരുന്നതായും ഫെനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ കേസുകളിൽ രാഹുലിനെ കുടുക്കി അദ്ദേഹത്തെയും കുടുംബത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് രാഹുൽ അനുകൂലികൾ ആരോപിക്കുന്നു. മാധ്യമങ്ങൾ ഈ തെളിവുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതിനാലാണ് താൻ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പുറത്തുവിട്ടതെന്നും ഫെനി വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണത്തോട് രാഹുൽ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും എന്നാൽ തനിക്കെതിരായ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ തന്റെ ഫോൺ തിരികെ വേണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ തിരക്കഥകൾ ഒന്നൊന്നായി പൊളിയുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്തോടെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള വഴികളാണ് ഒരുങ്ങുന്നത്.